ഈസിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു ഈസി ആയിട്ടുള്ള ഒരു ക്രാബ് ഫ്രൈ ആണ് കേട്ടോ. നല്ല സൂപ്പർ ഈസിയാണ്, അടിപൊളി ടേസ്റ്റ് ആണ്. നമുക്ക് ഉണ്ടാക്കാം. ഞാനിവിടെ 1 കിലോ ക്രാബാണ് എടുത്തിരിക്കുന്നത്. നന്നായിട്ട് ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. ക്രാബ് ക്ലീനാക്കാൻ അറിയത്തില്ലാത്തൊരു ക്രാബ് റോസ്റ്റിൻ്റെ എൻ്റെ വീഡിയോക്കകത്ത് ക്ലീനാക്കുന്ന വിധമൊക്കെ ഉണ്ട് കേട്ടോ, അപ്പോൾ അത് കണ്ടോളേ. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടീസ്പൂൺ അരിപ്പൊടി. അത് എന്ത് പൊടിയായാലും കുഴപ്പമില്ല, പുട്ടിൻ്റെയോ അല്ലെങ്കിൽ ഇടിയപ്പത്തിൻ്റെയോ അങ്ങനത്തെ എന്ത് പൊടിയായാലും കുഴപ്പമില്ല. അത് നല്ല ക്രിസ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ഇടുന്നത്. 1 ടീസ്പൂൺ സോയാ സോസ്. ആവശ്യമുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. നമ്മളിത് മിക്സ് ചെയ്യുമ്പോൾ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല, ഈ ക്രാബിൽ തന്നെയുള്ള വെള്ളം കൊണ്ട് കിട്ടും. ഇനി അഥവാ വേണമെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അധികം വെള്ളം ഒഴിക്കല്ലേ, ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയേ. അപ്പോൾ ഇത് നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് നല്ല ക്രാബിലെല്ലാം നല്ലപോലെ പുരണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ക്രാബ് ഒന്ന് വറുത്തെടുക്കാം. നന്നായിട്ട് എണ്ണ ചൂടായിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു സൈഡ് ആയിട്ടുണ്ട്, നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ തിരിച്ചും മറിച്ച് വിട്ടിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ 2-3 പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നന്നായിട്ട് നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് എടുക്കാം. അപ്പം നമ്മുടെ അടിപൊളി ക്രാബ് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ക്രാബ് ഫ്രൈ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വീണ്ടും അടിപൊളി റെസിപ്പിയായി വരുന്നിടം വരെ ബൈ.